അന്തിവിളക്കല്ലേ നീ, അങ്ങനെ കുറെ നാൾക്ക് ശേഷം മലയാളത്തിലെ ഒരു നല്ല അടിപൊളി ഐറ്റം സോങ് വന്നിരിക്കുകയാണ്. മസ്തിഷ്കമരണം കൃഷ്ണാനന്ദിന്റെ പടമാണ്. അപ്പൊ കൃഷ്ണാനന്ദിന്റെ മുമ്പുള്ള സിനിമകൾ, അതായത് പുരുഷപ്രേതം, വൃത്താകൃതിയിലുള്ള ചതുരം, അതുപോലെ തന്നെ ഈ ക്രോണിക്കിൾ ഓഫ് 4.5 ഗ്യാങ്, ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആ ഡയറക്ടറുടെ സിനിമകൾ ഏത് രീതിയിലുള്ള പടങ്ങളാണ് നന്നായിട്ട് അറിയാം. സോ മസ്തിഷ്കമരണത്തില് എനിക്ക് തോന്നുന്നില്ല പ്രശാന്ത് എന്താണ് നമ്മൾ മറ്റ് എന്റർടൈൻമെന്റ് പടങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു ഐറ്റം ഡാൻസ് അങ്ങനെ കുത്തിക്കയറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മാത്രമല്ല, അയാളുടെ പടങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ആരും അങ്ങനെ വിചാരിക്കൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഡാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതൊരു റേജ് ബേറ്റ് ആവാം. ഇപ്പൊ നമ്മൾ ടോക്സിക്കിന്റെ എല്ലാം ടീസർ കണ്ടില്ലേ, റേജ് ബേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഇത് റേജ് ബേറ്റ് ഒന്നും അല്ല, ഒരു ഐറ്റം ഡാൻസ് തന്നെ കാണിച്ചതാണെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം? ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണ് സാധാരണ സിനിമകളിലൊക്കെ ഐറ്റം ഡാൻസ് ഉണ്ടാവുക. മലയാളത്തിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും സിറ്റുവേഷൻ യോജിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ പാട്ട് പോവുക. നമ്മൾ തെലുങ്കിലെല്ലാം കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നായികയുടെ അച്ഛൻ മരിച്ചിട്ട് തൊട്ടടുത്ത സീൻ ചിലപ്പോൾ ഐറ്റം ഡാൻസ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മലയാളത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, മലയാളത്തിലെ ഐറ്റം ഡാൻസിൽ അത്യാവശ്യം നല്ല അടിപൊളി പാട്ടുകളാണ് ആക്ച്വലി. 2000-ന് ശേഷമുള്ള മലയാള സിനിമ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരുവിധം എന്റർടൈൻമെന്റ് പടങ്ങളിലൊക്കെ ഐറ്റം ഡാൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പാട്ടുകളാണ്. പിന്നെ ഈ ഐറ്റം ഡാൻസിൽ ഈ എന്താണ് സ്ത്രീകളെ എന്താണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലേ ഈ ഐറ്റം ഡാൻസ് കേട്ട് ഒന്ന് തുള്ളിയ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും തുള്ളാൻ തോന്നൂലേ? മലയാളത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഹിന്ദി പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല്, തമിഴ്, തെലുങ്ക്, കന്നഡ പടങ്ങള്, ഇന്ത്യൻ സിനിമയില് ഒട്ടുമിക്ക എല്ലാ ഭാഷയിലുള്ള പടങ്ങളിലും പാട്ട് അല്ലെങ്കിൽ ഐറ്റം ഡാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ലോക സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യൻ സിനിമയിലാണ് ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം. അതായത് സിനിമയിലെ പാട്ട് എന്ന് വെച്ചാല് ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഹോളിവുഡ് പടം, ഇപ്പോ നമ്മുടെ അർണോൾഡിന്റെ ഒരു ഹോളിവുഡ് പടം, ടെർമിനേറ്ററിൽ ഇങ്ങനെ സങ്കല്പിക്കുക, ഇപ്പോ അർണോൾഡിന്റെ അച്ഛൻ മരിച്ചുപോയി. അന്നേരം അർണോൾഡ് ഇങ്ങനെ ഒരു വെള്ള ഷർട്ടല്ല, ഇങ്ങനെ ഫുൾ സ്ലീവ് ഷർട്ടെല്ലാം ഇട്ട് ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട് വികാര നൗകയുമായി, അങ്ങനെ ഒരു സീൻ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മലയാളത്തിൽ നോക്കിയേ, മലയാളത്തില് ഇപ്പൊ നെടുമുടി കൊണ്ട് മരിച്ചുപോയി, അപ്പോ ലാലേട്ട ഇങ്ങനെ വരുന്ന മുണ്ട് ഷർട്ടെല്ലാം ഇട്ട് ഇങ്ങനെ തലകുണിച്ചിട്ട് ഇന്നലെ എന്റെ നെഞ്ചിൽ എന്നെല്ലാം പറഞ്ഞു ആ പാട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഇമോഷൻ കുറച്ചുകൂടി ഇന്റൻസിഫൈ ആവും. അതിനാണല്ലോ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ പാട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോ സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും, ഹാപ്പിനെസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, പ്രേമമാണെങ്കിൽ പിന്നെ ഒടുക്കത്തെ പ്രേമമായിരിക്കും. ഈ എന്താണ് സിറ്റുവേഷനെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ മ്യൂസിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സിറ്റുവേഷൻ ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഐറ്റം സോങ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനെല്ലാം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലേ, നമ്മൾ രാവിലെ എണിച്ചിട്ട് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്ന കാര്യം, 8 മണിയാകുമ്പോഴത്തേക്ക് MTV വെക്കും. ഞാൻ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ചെക്കന്മാർ പിള്ളേരെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ രാവിലെ നല്ല കിടിലം ഹിന്ദി പാട്ടുകളുണ്ട്, അത് ഐറ്റം സോങ്. എന്ത് രസമാണ് അത് കേട്ടിട്ട് സ്കൂളിൽ പോകാൻ വരെ തന്നെ നല്ല ആവേശം ഉണ്ടാക്കുന്ന കാര്യം. നമ്മളൊന്ന് എനർജി ആയിട്ട് നല്ല തുള്ളി നിൽക്കും. ഓക്കെ അല്ലെ? അപ്പൊ നമ്മളൊന്ന് ഹാപ്പി ആക്കുക, ഓക്കെ, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, എനർജി കിട്ടുക, ഇതൊക്കെയാണ് ഈ പാട്ട്, മ്യൂസിക്, ഡാൻസ് ഇതിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് അങ്ങനെ മോശമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഫിലിം ഡാൻസ് അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസിലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് ഈ പറയുന്ന ഐറ്റം ഡാൻസ്. ഓക്കെ, പിന്നെ ഒട്ടും എന്താണ് സെക്ഷലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്നില്ല അങ്ങനെയും പറയുന്നൊന്നുമില്ല. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ചില പാട്ടുകളുടെ വരികളെല്ലാം എടുത്തു കഴിഞ്ഞാല്, പാട്ടിന്റെ വരി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പാട്ടും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാം പറയില്ലേ, മീൻസ് ലൈൻ ബൈ ലൈൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ട് അതിന്റെ ടോട്ടൽ പൊളിറ്റിക്സ് മാത്രമല്ലേ വിലയിരുത്താൻ വേണ്ടി പറ്റൂ. നമ്മൾ ഓരോന്നിനും അങ്ങനെ ലൈൻ ബൈ ലൈൻ കറക്ഷൻ നോക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ലൈഫ് ഭയങ്കര ബോറായി പോകും. നമുക്ക് ഒരു കാര്യവും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇപ്പോ നമ്മള് ഈ MT വാസുദേവൻ നായർ സംവിധാനം ചെയ്തൊരു പടമില്ലേ, PJ ആന്റണി അഭിനയിച്ചൊരു പടം, അതിലൊരു സീനുണ്ട്. ഇയാളിങ്ങനെ വെളിച്ചപ്പാടാണ് സിനിമയിൽ PJ ആന്റണി ഇങ്ങനെ വന്നിട്ട് എന്താണ് ഈ ഭഗവതി അമ്പലത്തിലെ ഈ ഭഗവതിയുടെ ശില്പം ഉണ്ടല്ലോ, അതിന് കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട്. ആ സീൻ കണ്ടിട്ട് എന്താണ് ആ സിനിമയെ മൊത്തത്തിൽ വിലയിരുത്താൻ വേണ്ടി പറ്റുമോ?
നെവർ. നമ്മൾ ആ സിനിമ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാല് ആ സിനിമയുടെ ക്രിയേറ്റർ എന്താണ് ആ സിനിമ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടി പറ്റൂ. ഇതെല്ലാത്തിനും ബാധകമാണ്. പാട്ടിന് ബാധകമാണ്, ഡാൻസിന് ബാധകമാണ്. ചിലപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻ ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സിനിമ ഭയങ്കര ടെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടോ, ചിലപ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ സെലിബ്രേഷന്റെ ഇന്റൻസിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടെല്ലാം പല അഭ്യാസങ്ങളും സിനിമയിൽ കാണിക്കാറുണ്ട്. അത് സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയാണ്. അതിലൊന്നാണ് ഈ പറയുന്ന ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ഞാൻ എന്റെ ലൈഫിൽ ഐറ്റം ഡാൻസ് ചെയ്യുകയില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ ആ കഥാപാത്രം ഡാൻസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ഊക്കാൻ പോകുന്നതുമില്ലേ. എന്താണ് സിനിമ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കത് മാറ്റി പറയേണ്ടി വരും. ചിലപ്പോൾ ആ കഥാപാത്രം ഐറ്റം ഡാൻസർ ആണെങ്കിലോ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ടോക്സിക്കിന്റെ എന്താണ് ടീസർ കണ്ടിട്ട് ഈ അതിന്റെ ഡയറക്ടർ ഗീതു മോഹൻദാസിനെ ഊക്കുന്നില്ല ചില ആൾക്കാര് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. എനിക്ക് തോന്നുന്നു അതും റേജ് ബേറ്റ് ആവാനാണ് സാധ്യത. സിനിമ ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ടോട്ടൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ഒന്നുമില്ലെങ്കിലും അവരൊരു മനസ്സിൽ കാണുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു ടീസർ വന്നു കഴിഞ്ഞാല് പബ്ലിക്കിന്റെ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പൊ സിനിമ കാണാൻ നമുക്ക് കുറച്ചുകൂടി ആവേശമാവും. ഈ ടോക്സിക് സിനിമയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർ പോലും ചിലപ്പോൾ ഈ ടീസർ പടത്തിൽ വരും. മനസ്സിലായില്ല? അതുപോലെ തന്നെയാണ് ഈ പടവും, രജിഷ വിജയന്റെ പടവും. സിനിമയിലൊക്കെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടർ ആരാധു പോലും ഉണ്ടാവില്ല. ഇപ്പോ ഗഗനചാരി എന്ന് പറയുന്ന പടം കൃഷാന്ത് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ സിനിമ കണ്ട ആരെങ്കിലൊക്കെ, പക്ഷെ ആ സിനിമ കാണാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഈ പടം അതായത് അതിന്റെ പുതിയ വരാൻ വേണ്ടി പോകുന്ന സിനിമയിലത്തെ ഈ പാട്ട് കണ്ടിട്ട് ചിലപ്പോൾ ഡയറക്ടറിനെ ഇങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. പുരുഷപ്രേതം അങ്ങനെ സിനിമയെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ട്രോളെല്ലാം കണ്ടിട്ടുണ്ടാവും, ജിഷാവിന്റെ ട്രോളെല്ലാം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഒരു ടൈപ്പ് ഓഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കുന്നതാവാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിനിമയുടെ എന്താണ് ടോട്ടൽ പൊളിറ്റിക്സ് നോക്കുന്ന സമയത്ത് ഈ പാട്ടൊന്നും ചിലപ്പോൾ ഒരു വിഷയമേ ആയിരിക്കില്ല. ഇനി ഒരു വിഷയമാണെങ്കിലും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി പാട്ടിട്ടതാണെങ്കിൽ പോലും ഐറ്റം ഡാൻസ് എന്താണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പേഴ്സണലി ഈ ഡാൻസും പാട്ടെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. സോ നമ്മള് എല്ലാത്തിന്റെയും പൊളിറ്റിക്സ് ഇപ്പൊ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന അറിയില്ലേ. ഇപ്പൊ നമ്മള് ഈ റാണി മുഖർജിയും പൃഥ്വിരാജിലും ഒരു പടമില്ലേ, ഹിന്ദി പടം, അതിലെ അവരുടെ ഒരു ഡാൻസ് ഇല്ലേ, ഡ്രീമും വേക്കപ്പും ക്രിട്ടിക്കൽ കണ്ടീഷനും. ആ പാട്ടില് നോക്കുക, റാണി മുഖർജിയെ ഒഴിവാക്കുക, പൃഥ്വിരാജ് മാത്രം അവിടെ അയാളുടെ ബാർ ബോഡി കാണിച്ച് ഡാൻസ് കളിക്കുന്ന വിചാരിക്കുക, നമ്മൾ ആ പാട്ട് കാണും. എന്തുകൊണ്ടാ? കാരണം പാട്ടിന്റെ മൂഡ് എങ്ങനെയാണ്. നമ്മൾ ഭീഷണപർവത്തില് നമ്മളെ ചങ്ങായില്ലേ എന്തൊരു പേര്, റംസാന്റെ പാട്ട് ഡാൻസ് കണ്ടിട്ടില്ലേ? ഒരു ബോയ് അല്ലേ അത് ലീഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവനെ അവിടെ എന്താണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മളെ പാട്ട് എൻജോയ് ചെയ്യുന്നു, അതിന്റെ മൂഡ് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ വന്നിട്ടുള്ള രജിസ്റ്റയുടെ പാട്ടിൽ തന്നെ ചില വരികൾ എടുത്തിട്ട് ഈ വരി അങ്ങനെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ സാധാരണ മനുഷ്യന്മാരുടെ ഒരു കാര്യം പറയാം, നമ്മുടെ സൈക്കോളജി പറയാം. നമുക്ക് ശരിക്കും ഈ അടിപൊളി പാട്ടിന്റെ വരികളും ഈ ശോകഗാനങ്ങളുടെ വരികൾ നോക്കിക്കഴിഞ്ഞാല് കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുക ഈ ശോകഗാനങ്ങളുടെ വരികളായിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ വിഷമിച്ച് അത് ബേജാറ് പിടിച്ചിരിക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ വരികളെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കും. ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അത് നോക്കില്ല. നമ്മൾ എന്താണ് ആ ഒരു വൈബ്, ആ ഒരു റിതം മാത്രമേ നോക്കൂ. അതുകൊണ്ടാണ് പല അടിപൊളി പാട്ടുകളുടെയും വരി നമുക്ക് പിടികിട്ടാത്തത്. അടിപൊളി പാട്ടിന്റെ വരികൾ കിട്ടില്ല, ടൂൺ ഓർമ്മയുണ്ടാവും, ബാക്കിയുള്ള വരികൾ ഒപ്പിച്ചു പാടും, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിന്റെ ഉള്ളിലോട്ട് കയറി പൊളിറ്റിക്സ് അല്ലെങ്കിൽ മുറിച്ച് നോക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു സിനിമ എൻജോയ് ചെയ്യുക എന്നെല്ലാം പറയുന്നത് വളരെ ഹാർഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിരിയാണി കഴിക്കുന്ന വിചാരിക്കുക. ഓക്കെ അല്ലെ, അതിന്റെ കൂടെ സാലഡ് വരും. ഓക്കെ, അപ്പൊ ഈ സാലഡില് കക്കിരിക്ക മുറിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് കക്കിരിക്കയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ബിരിയാണി അത് കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ബിരിയാണി എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കക്കിരിക്ക തീരെ പോരാ, അതിന് മുറിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ ഇല്ല. നമുക്ക് ആ ബിരിയാണി എൻജോയ് ചെയ്യണമെങ്കിൽ എല്ലാം കൂടി കൂട്ടി തിന്നേ പറ്റൂ, എന്നാലേ അത് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇത് തന്നെയാണ് സിനിമയിലത്തെ ഓരോന്നും ഇങ്ങനെ എടുത്ത് ഡയലോഗ് എടുത്ത് അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഏതെങ്കിലും സിറ്റുവേഷനിൽ പറഞ്ഞൊരു കാര്യം എടുത്ത് അതിന്റെ പൊളിറ്റിക്സ് എല്ലാം നമ്മൾ മുറിച്ച് ഇങ്ങനെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാൻ പോയി കഴിഞ്ഞാല് എൻജോയ്മെന്റ് അല്ലെ ലൈഫ് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ ടഫ് ആയിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, സങ്കടകരമല്ല ശരിക്കും ഐ ഫീൽ പിറ്റി മീൻസ് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ഈ പൊളിറ്റിക് കറക്റ്റ്നെസ്സും കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ റിയൽ ലൈഫിൽ ചോദിക്കും ഈ പറയുന്നതില് എല്ലാരും ഞാൻ പറയുന്നില്ല, ചെറിയൊരു ശതമാനത്തോളം ആൾക്കാരൊക്കെ ഇല്ലേ അവരുടെ പ്രൈവറ്റ് ലൈഫിലെല്ലാം ഉണ്ടല്ലോ, ഇവര് ഈ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിന് നേരെ കോൺട്രഡിക്ടറി ആയിട്ടാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ പ്രവർത്തിക്കുക. വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും.
ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇത് ടോക്സിക്കിന്റെ ടീസറിലേക്കും അതുപോലെ തന്നെ കൃഷാന്തിന്റെ പുതിയ പടത്തിന്റെ പാട്ടിലേക്കും വന്നു കഴിഞ്ഞുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷെ അത് മോശമൊന്നുമല്ല. ആക്ച്വലി ആ ടീസറും ഈ പാട്ടും അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. ഞാനിങ്ങനെ ലൂപ്പ് മോഡിലാണ് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഈ പാട്ടും അതെ, ഈവന് ഞാൻ വേറൊരു പടത്തിലെ പാട്ടും അതില്ലേ, പ്രകമ്പനം എന്ന സിനിമത്തിലെ പാട്ട് വന്നു, തള്ള വൈബ്, രണ്ടും നല്ല കിടിലം പാട്ടായിരുന്നു. സോ പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, അടിപൊളിയാക്കുക. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി പാർട്ട് 2 വന്ന് അതിലൊരു കിടിലം വൈറ്റ് ഡാൻസ് ഉണ്ട്, നമ്മളെ പത്മപ്രിയ കളിക്കുന്ന ഡാൻസ്. സോ ബാച്ചിലർ പാർട്ടി 2 ഒരു കിടിലം വൈറ്റ് ഡാൻസ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കപ്പ 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 പുഴുക്ക് അല്ലെ, ചക്ക ചക്ക ചക്രവർത്തി. സീൻ നെക്സ്റ്റ് വീഡിയോ, ബൈ.